നമ്മുടെ നാട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് വന്ന് എനിക്കത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം രണ്ട് പെൺപിള്ളേർ രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടുള്ളൂ. മുസ്ലിം പെൺപിള്ളേർ ഈ ഒരു കളറിൽ കോസ്റ്റ്യൂം ഇട്ടിട്ട് പർദ്ദ ഇട്ടിട്ട് അവർ തുടങ്ങിയത് സൂപ്പർ ബിട്ടാ. ഐസ്ക്രീം ആണോ അങ്ങനെ എന്തോ ആണ് തുടങ്ങിയേക്കണേ. കഴിച്ചില്ല. ഞാനത് കണ്ടിട്ടുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിന്നു. സൂപ്പർ അല്ലേ? യെസ്, നമ്മളെ നാട് അങ്ങനെയൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും പെണ്ണുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സംരംഭം അപ്പുറത്ത് അയച്ചൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ അതുപോലെ രാത്രി 2 മണി 3 മണിക്കൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസൊക്കെ അവിടെ ചെന്നാലും നിറച്ച ആൾക്കാർ കഴിക്കാനായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. എനിക്ക് ആ പെൺപിള്ളേരുടേത് എന്തോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇനി എടുക്കാം. ഞാനത് കണ്ടിട്ടുണ്ടല്ലോ, അന്തം വിട്ട് ഇങ്ങനെ നിന്നുപോയി. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് വന്നല്ലോ എന്നുള്ളത്. അത് ഇവിടെയൊന്നും അങ്ങനെ രാത്രി പെൺപിള്ളേരൊന്നും അങ്ങനെ ഇറങ്ങി നടക്കില്ല. അങ്ങനെയൊക്കെ ഭയങ്കര സംഭവമാണ്. രാത്രി 7 മണിക്ക് ശേഷം ഇവിടെ രാത്രിയാണ് പെൺപിള്ളേർ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ യോഗയും ജിമ്മൊക്കെ വന്നതിന് ശേഷം ഒരുവിധം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കയറി ജിമ്മിലൊക്കെ പോയി ആടി തൂങ്ങി എനിക്ക് തോന്നുമ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കലില്ല. ഫുഡ് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടൊക്കെ വരും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനൊരു 12 മണിക്കൊക്കെ ഇറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ എനിക്ക് സുഖമുണ്ട്. അപ്പോൾ ഞാൻ ആരെയും ബോധർ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ. നമ്മൾ എറണാകുളത്തിന് അങ്ങനെയല്ല. എറണാകുളത്ത് 12 മണിക്ക് രാത്രി 12 മണിക്ക് പോയി കടയിൽ സാധനം വാങ്ങുന്നത്. അവിടെ 12 മണിക്ക് ശേഷം കടകളുണ്ട്, നേരെ വെളുക്കുന്നവരെയും കടകളുണ്ട്. അത് ഇവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അതൊരു ഇറിറ്റേഷനായിരുന്നു. കുടുംബക്കാർക്കിടയിൽ ഇത്ര നേരം സാധനം വാങ്ങാണ്ട് അപ്പോൾ കാണാൻ പോണേ എന്തത്. പിന്നെ പകലൊന്നും അസുഖം നാളെ പോയപ്പോൾ രാവിലെ എണീച്ചിട്ട് നമുക്ക് അസുഖം വന്നാൽ രാത്രി പോയാലേ പറ്റുള്ളൂ. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് തല ചുറ്റി ബോധം കെടാൻ പോവുകയാണ് ഞാൻ ഇവരെ ആരെയും വിളിക്കുന്നില്ല വായോ ഞാൻ നെക്സ്റ്റ് ഡേ പോവും. അപ്പോൾ പോവും. BP കൂടിയിരിക്കാതെ ഞാൻ അപ്പോൾ പോവും. നെക്സ്റ്റ് ഡേ പോവും. അപ്പോഴേക്കും എൻ്റെ ആവിയായിട്ടുണ്ടാവും. ഞാൻ മിണ്ടാണ്ട് വണ്ടി എടുത്ത് ഞാൻ തന്നെ പോട്ടാ. ഒരു ഓടയ്ക്കകത്തൊക്കെ ഞാൻ വീണ് പോയിട്ടുണ്ട്. അത് വേറെ കാര്യം. എങ്ങനെയാണ് ഓടേന്ന് എന്നെ വണ്ടിയെടുത്ത് എന്നെയും വണ്ടിയും കൂടി എടുത്ത് പുറത്തെടുത്ത് വെച്ചതെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞ അറിവേ ഉള്ളു വീട്ടിൽ. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഓടേതൊന്നും എനിക്കറിയില്ല. ഓടയ്ക്കകത്ത് വീണു എന്നെ പുറത്തെടുത്ത് വെച്ചതെന്ന്. എൻ്റെ വണ്ടിയോടുകൂടി എന്നെ പുറത്തെടുത്ത് വെച്ചതെന്ന്. അതുകൊണ്ട് ഞാൻ പറയാം, ആ നാട്ടിൽ 2 പെൺപിള്ളേർ തുടങ്ങി. എന്ത് രസമാണെന്നറിയോ. സൂപ്പർ വന്നു വെച്ചാൽ സൂപ്പർ. അങ്ങനെ പെൺപിള്ളേരെല്ലാം പുറത്തോട്ട് വരട്ടെ. കൊച്ചിയിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബൂട്ടിക്കോ ആയാലും അങ്ങനെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക്. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ കണ്ടിട്ടുള്ള അല്ലാണ്ട് അവിടെയൊക്കെ പെൺപിള്ളേരിങ്ങനെ കണ്ടിട്ടുള്ള അല്ലാണ്ട് ഇതെന്ത് ഭയങ്കര ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത്രയും സ്ഥലം കാണുമ്പം നമ്മൾ പുറത്ത് ദുബായിലൊക്കെ ഗൾഫിലൊക്കെ ഇല്ലേ ആ ഒരു അവിടെ എത്തിയ പോലെ ആ ഒരു അവരുടെ ഇൻറ്റീരിയൽ വർക്കെല്ലാം അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണം. കുറേ ഷോപ്പുകൾ നമ്മുടെ അടുത്ത് വന്ന് അതെല്ലാം അങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കണം. നല്ല രസമുണ്ട്. നമ്മളെ കണ്ണൂർ വളരട്ടെ, അടിപൊളിയായിട്ട് സെറ്റിലാവട്ടെ. കോഴിക്കോട് അങ്ങനെ അല്ല കേട്ടോ. കോഴിക്കോട് അടിക്ക് ഷോപ്പാണ്, നോ പ്രോബ്ലം. അവിടെ ഈ ഒരു സീനേ അല്ല. നമുക്ക് 12 മണിക്ക് ഇറങ്ങിയാലും നോ സീൻ, ഒരു പ്രശ്നമില്ല. ഹോസ്പിറ്റലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അവിടെയൊന്നും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പഴയ സിസ്റ്റമാണ്. ഇപ്പോൾ ഒക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണല്ലേ. സൂപ്പർബ്. നമ്മളെ പെൺപിള്ളേരൊക്കെ പഠിച്ചിറങ്ങി ഇവിടെയൊക്കെ ഓരോന്ന് തുടങ്ങട്ടെ. എന്തിനാ പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കണമെന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഇവിടെയുള്ള ആൾക്കാർ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ പിള്ളേരെ ഈ 2 പെൺപിള്ളേർ പിടിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പിടിച്ച് വേണ്ട പോകണ്ട പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തില്ലെങ്കിൽ പെൺപിള്ളേർക്ക് ഇങ്ങനെ തുടങ്ങാൻ പറ്റുമായിരുന്നു. അവിടെ അവരുടെ അച്ഛനും അമ്മയ്ക്കും പാരൻസിന് അവരുടെ കുടുംബക്കാർക്ക് ഒക്കെ ആദ്യം നമ്മൾ കൈ കൊടുക്കണം, മനസ്സിലായി? അവരെ സല്യൂട്ട് ചെയ്യണം. അങ്ങനെ ഇറക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ പാരൻസ് എല്ലാവരും കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അവരെ പേടിപ്പിച്ച് വെക്കലല്ല നമ്മൾ വെക്കേണ്ടത്. അയ്യോ രാത്രിയെ പേടിപ്പിച്ച് വെച്ചാൽ അവരെപ്പോഴും രാത്രിയെ പേടിച്ചുകൊണ്ടേയിരിക്കും. അവരെ രാത്രി പേടിപ്പിച്ചല്ല വളർത്തേണ്ടത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇങ്ങനെയുണ്ട്, ഒരു ഡേഞ്ചർ ഉണ്ട്, പക്ഷെ എപ്പോഴും കെയർ ചെയ്യുക എന്ന് പറയുക. അല്ലാണ്ട് അത് രാത്രി പേടിയാണ് ഇറങ്ങരുതേ, മാണ്ടു വരുമെന്ന് പറഞ്ഞ പ്രേതം ഇവിടെ പറയുന്ന മാണ്ടു
അമ്പാടി അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മാണ്ടും ഉണ്ട്. ഞാൻ പറയാം അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും മാണ്ടും വീണ്ടും എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ പ്രേതങ്ങളൊന്നും. പിള്ളേർക്ക് അതും പേടി, രാത്രിയേ പേടി പിള്ളേർക്ക് പുറത്തിറങ്ങാൻ.